ശ്രീ കെ ജി സൈമൺ, ഇപ്പോൾ അഭിലാഷ് ഡേവിഡിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മണൽ മാഫിയ ബന്ധം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒന്നിലധികം ആരോപണങ്ങൾ ഉയർന്ന അതിന്മേൽ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ടാവുക. സസ്പെൻഷൻ, അതിനുശേഷം പിരിച്ചുവിടൽ, ഇത് രണ്ടും കഴിഞ്ഞ ശേഷം ഒരാൾ തിരികെ എത്തുന്നത് അസ്വാഭാവികതയില്ലേ അതിൽ? അങ്ങ് പറഞ്ഞതുപോലെ പലരും അച്ചടക്ക നടപടി നേരിട്ട് പിരിച്ചുവിടപ്പെട്ട് അപ്പീൽ നൽകി തിരിച്ചു കയറാറുണ്ട്. അങ്ങനെ തിരിച്ചു കയറുന്നതിൽ ഒരു മാനദണ്ഡം ഉണ്ടാകുമല്ലോ. ഈ 3 കേസുകളിലും നിരപരാധിത്വം തെളിയിച്ചിട്ടാണ് തിരികെ കയറുന്നതെന്ന് കരുതാനാകുമോ? അങ്ങനെയെങ്കിൽ പിരിച്ചുവിടപ്പെടുന്നതിന് മുമ്പ് ആ ഘട്ടങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവില്ലേ? ഇത് 2 തരത്തിൽ. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് ആൻസർ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് പിന്നെ വേറൊരാൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാറുന്നത്, ഈ ഇപ്പം പിരിച്ചു വിട്ടു എന്നുള്ളൊരു ഉത്തരവ് ആരും കണ്ടിട്ടില്ല ഇതിനായിട്ടും. പക്ഷെ അന്നത്തെ എല്ലാ പത്രങ്ങളിലും വാർത്തയായിട്ടുണ്ട് ശ്രീ കെ ജി സൈമൺ. ആ ഉത്തരവ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് കിട്ടുന്നില്ല. പക്ഷെ അന്നത്തെ മുഴുവൻ പത്രങ്ങളിലും വാർത്തയുണ്ട്. അങ്ങ് എങ്ങനെ ചിരിക്കുന്നത്? 3 പോലീസുകാരെ പിരിച്ചുവിട്ടെന്നാണ് അങ്ങ് പറയുന്ന. അഭിലാഷ് ഡേവിഡിനെ മാത്രമല്ല വസീഫ്. ആ ചിരി കയ്യിൽ വെച്ചാൽ മതി. ചിരിക്കാനും പറ്റില്ലേ? ഞാൻ പ്രയാസപ്പെടുന്നത് അങ്ങെന്തിനാണ് അഭിലാഷ് ഡേവിഡിന് വേണ്ടി ഇത്ര പ്രയാസപ്പെടുന്നത്? അങ്ങേക്ക് എന്താണ് ബന്ധം? അങ്ങയുടെ വേദന എന്താണ്? അഭിലാഷിനെ പിരിച്ചുവിടുക, ജയിലിൽ അടച്ചോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഞാൻ എന്തിനാ അതിൽ പ്രയാസപ്പെടുന്നത്? ഞാനിപ്പോ ചിരിയുടെ അർത്ഥം എന്താണ്? അങ്ങയുടെ ചിരിയുടെ അർത്ഥം എന്താണ്? ഷാഫി പറഞ്ഞൊരു വാദം ഇവിടെ പൊളിഞ്ഞു. അല്ലല്ല, പത്രവാർത്തയിലെ വാദമാണ് ഞാൻ ഉന്നയിച്ചത്. ഞാൻ 2023 ജാനുവരി 20 പത്രവാർത്തയാണ് വായിച്ചത്. അങ്ങനെയൊക്കെ വരാം. ശ്രീ കെ ജി സൈമൺ, അദ്ദേഹം ചർച്ചയിൽ ബഹളത്തിനില്ലാത്ത ആളാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. ശ്രീ കെ ജി സൈമൺ അങ്ങ് പൂർത്തിയാക്കും. ഞാൻ പറയാം. ഇതിന്റെ അകത്ത് വാദം ഒരാൾ ഗസറ്റഡ് ഓഫീസറാണ്.